ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് കടന്നു വന്നിട്ട് 14 വർഷം തികയുന്നു. 2012 സെക്കൻഡ് ഷോയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്കും സിനിമാ ലോകത്തേക്കും ഒക്കെയുള്ള പ്രവേശനം നടത്തിയത്. സെക്കൻഡ് ഷോ തിയേറ്ററിൽ വലിയ വിജയവുമായിരുന്നു. മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ഒരു ലേബലിലേ ആയിരുന്നില്ല ദുൽഖറിന്റെ ആദ്യത്തെ ചിത്രം തിയേറ്ററിലെത്തിയത്. ശ്രീനാഥ് രാജേന്ദ്രൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ വലിയ ആളോ ആരവങ്ങളോ ഇല്ലാതെയാണ് റിലീസ് ചെയ്തത്. പിന്നീട് സിനിമയുടെ നിലവാരം കൊണ്ടും ദുൽഖറിന്റെ ഒക്കെ മികച്ച പ്രകടനം കൊണ്ടും വളരെയധികം ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയിലൂടെ ശ്രദ്ധ നേടിയ ദുൽഖർ പിന്നീട് അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടലിലൂടെ വലിയൊരു താരമായി തന്നെ വളർന്നു എന്ന് പറയാം. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി ഇപ്പോഴും പറയപ്പെടുന്ന സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. തിലകന്റെയും ദുൽഖറിന്റെയും ഒക്കെ ഗംഭീര പ്രകടനം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ദുൽഖറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 14 വർഷങ്ങൾക്ക് ഇപ്പുറം ദുൽഖർ നിൽക്കുന്ന പൊസിഷൻ എന്നുള്ളത് മലയാളത്തിലെ ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള ലേബലിൽ തന്നെയാണ്. OTT മാർക്കറ്റിന്റെ കാര്യത്തിലായാലും ഇനീഷ്യൽ കളക്ഷന്റെ കാര്യത്തിലായാലും ദുൽഖർ മലയാളത്തിൽ മോഹൻലാലിനോളം വളർന്നു എന്ന് പറയാം. മികച്ച സിനിമകളുടെ ഭാഗമായി ദുൽഖർ നിരന്തരം മാറുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി തുടരെ അദ്ദേഹം സിനിമകൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിൽ ഇനി വരാൻ പോകുന്നത് ഐ ആം ഗെയിം ആണ്. ഗംഭീര ഇനീഷ്യൽ കളക്ഷൻ ആ സിനിമയ്ക്ക് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും മോളിവുഡിൽ മിനിമം ഓപ്പണിംഗ് ഉറപ്പുവരുത്തുന്ന നായക നടനാണ് ദുൽഖർ. യുവാക്കളുടെ വലിയ പിന്തുണയാണ് ദുൽഖറിന്റെ ഏറ്റവും വലിയ വിജയം. മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ലേബലും ദുൽഖറിന് വലിയ രീതിയിൽ തന്നെ സഹായകമായിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ മമ്മൂക്കയുടെ മകൻ എന്ന ലേബൽ ദുൽഖർ തന്റെ കരിയറിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. എങ്കിൽ പോലും ആരാധക പിന്തുണയിൽ മമ്മൂക്കയുടെ മകൻ എന്ന ലേബൽ റിഫ്ലക്ട് ആയിട്ടുണ്ട്. മമ്മൂക്കയുടെ വലിയ വിഭാഗം ആരാധകരും ദുൽഖറിന്റെയും ആരാധകനാണ്. മലയാളത്തിൽ വലിയ ഇടവേളകളിലാണ് ദുൽഖർ ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത്. തെലുങ്കിൽ തുടരെ അദ്ദേഹം സിനിമകൾ ചെയ്യുന്നുണ്ട്. തമിഴിലും അദ്ദേഹത്തിന്റെ സിനിമകൾ വരുന്നു. മലയാളത്തിൽ ചെറിയ ഇടവേളകളിലാണ് അദ്ദേഹത്തിന്റെ സിനിമ വരുന്നത്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം അദ്ദേഹം നായകനായി എത്തുന്ന ഒരു സിനിമ 2026 തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. ഐ ആം ഗെയിമിന് ശേഷം അദ്ദേഹം മലയാളത്തിൽ ചെയ്യുന്ന സിനിമ ഏതാണ് എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും അത് ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും ഇനീഷ്യൽ ഉറപ്പാണ് ആ ഒരു സിനിമയ്ക്കും. 14 വർഷത്തെ കരിയറിൽ വലിയ താരമായി വളരാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. കരിയറിൽ ചാർലിയിലൂടെ അദ്ദേഹം നേടിയ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന്റെ കരിയറിന്റെ തിളക്കമാണ്. ഇനി അങ്ങോട്ടും മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങളിൽ ഒരാളായി ദുൽഖർ ഉണ്ടാവും. പ്രകടനം സാധ്യമാക്കുന്ന സിനിമകൾ നിരന്തരം ചെയ്യാനും ദുൽഖറിന്റെ ഭാഗത്തു നിന്ന് അറ്റംപ്റ്റ് ഉണ്ട്. കാന്തയൊക്കെ അതിനൊരു ഉദാഹരണമായിരുന്നു. ഇനി തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെ വരാനിരിക്കുന്ന സിനിമകൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കൂടുതലായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെളിവാക്കപ്പെടുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണെന്നാണ് അറിയുന്നത്. ദുൽഖറിന്റെ 14 വർഷത്തെ കരിയർ വലിയ നേട്ടമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനി അങ്ങോട്ടും മലയാളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും എണ്ണം പറഞ്ഞ താരങ്ങളുടെ കൂട്ടത്തിൽ ദുൽഖർ ഉണ്ടാവട്ടെ.